അപ്പം നസീർ സാർ പലപ്പോഴും പറയാറുണ്ട്, ശശി എന്താ എന്നെ വിളിക്കാത്തത്. ഇത് പലരും എന്നോടൊന്നും പറയും, പല ആർട്ടിസ്റ്റ്, പ്രത്യേകിച്ച് ബഹദൂർക്ക പറയും, മോനെ ഇനി നസീറിനെ വെച്ച് ചെയ്യാത്തത് എന്താണ്, ഞങ്ങളൊക്കെ ഇതായിരുന്നു, ഞങ്ങൾ അങ്ങേർക്ക് വല്ലാത്തൊരു ഫീൽ ഉണ്ടായത്, കാരണം ഒരു വല്ലാത്തൊരു ഫീലിംഗ്, എന്താ കാരണം ഉണ്ടോന്നോ എന്താണ്. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, ഞാനങ്ങനെ ആലോചിച്ചില്ല, നമുക്ക് അടുത്ത പടം ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഞങ്ങൾ ചെയ്തത്. ആ പടത്തിൽ നല്ലൊരു പാട്ടാണ് പ്രണയസരോവര പാട്ട്, മനോഹരമായ പാട്ടാണ്. ഈ പ്രണയ സരോവര തീരം ഇന്നും എല്ലാവർക്കും ഒരു ഹോണ്ടിങ് ആണ്. അതായത് രവികുമാർ ഒരു കാല് പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാമുകിയുണ്ട്, കാമുകി അപ്പുറത്തെ ഇതിലുണ്ടാവും, അതൊരു നൈറ്റ് എഫക്റ്റ് സോങ്ങാണ്. അങ്ങനെ അതൊരു വല്ലാത്തൊരു ഇങ്ങനത്തെ ആ പാട്ടുകളൊന്നും ഇപ്പോൾ ഇല്ല. ഇത്രയും മനുഷ്യനെ അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്നതോ ഹോണ്ട് ചെയ്യുന്നതായിട്ടുള്ളൊരു, നമ്മളെപ്പോഴും അത് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം നിൽക്കും. പ്രണയ സരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം, പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വിടർന്നു, എൻ്റെ വികാരമണ്ഡലത്തിൽ പടർന്നു. പ്രണയ സരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം, പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വിടർന്നു, എൻ്റെ വികാരമണ്ഡലത്തിൽ പടർന്നു. പ്രണയസരോവര തീരം എന്ന പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് തോന്നുന്നത്, ബിച്ചു സാറ് പൊതുവെ അക്കാലത്ത് ശ്യാം സാറിൻ്റെ കൂടെ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടാവാം, അല്ലെങ്കിൽ അതിനുശേഷം പല ഈണം ആദ്യം നൽകിയ ശേഷം പാട്ടുകൾ രൂപപ്പെടുന്ന സംഗീത സംവിധായകരുടെ കൂടെ കൂടുതൽ വർക്ക് ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, പലപ്പോഴും അങ്ങനെ ഒരു രീതിയാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് സിനിമയിൽ. പക്ഷേ അദ്ദേഹം എഴുതിയ കവിതകൾക്ക് ഈണമിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് വളരെ കുറവായിരിക്കാം. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ദേവരാജൻ മാസ്റ്റർ ബിച്ചു സാറിൻ്റെ കവിതയ്ക്ക് ഈണമിട്ടതാണ് പ്രണയ സരോവര തീരം എന്ന പാട്ട്. അപ്പോൾ അതിനകത്ത് ബിച്ചു സാറിൻ്റെ കവിതയുടെ സൗന്ദര്യം, ദേവരാജൻ മാസ്റ്റർ സംഗീതത്തിൻ്റെ സൗന്ദര്യം ഒരുപോലെ. അത് മാത്രമല്ല, ആ പാട്ട് എല്ലാ കാലത്തും ഏറ്റവും വിരഹികളായ കാമുകന്മാർക്ക്, അല്ലെങ്കിൽ തീവ്രമായ പ്രണയം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർക്ക്, കാമുകിയെ പിരിഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നവർക്കൊക്കെയും എപ്പോഴും അവരുടെ കൂട്ടായിരിക്കുന്ന പാട്ടാണ്. അവളൊരു മോഹിനിയായിരുന്നു, അഴകിൻ്റെ ദേവതയായിരുന്നു. അവളൊരു മോഹിനിയായിരുന്നു, അഴകിൻ്റെ ദേവതയായിരുന്നു. അധരങ്ങളിൽ നയനങ്ങളിൽ അശ്വതിപ്പൂവുകൾ പൂത്തിരുന്നു. മോഹമായി ആത്മദാഹമായി ഓർമ്മയിലവളിന്നും ജീവിക്കുന്നു. പ്രണയ സരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം, പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വിടർന്നു, എൻ്റെ വികാരമണ്ഡലത്തിൽ പടർന്നു. അനുഭവം വളരെ നല്ലതായിരുന്നു. അവർ നസ്സലെ അഭിനയിച്ചു. നല്ല ക്യാരക്ടറാണ്. ഷീലയുടെ ബെസ്റ്റ് ഫിലിമിലൊന്നാണത്. അങ്ങനെ അതിലൊരു പാട്ടാണ് ജയഭാരതി അടുത്ത വീട്ടിലെ പിന്നെ വിൻസെൻ്റായി നോക്കിയിട്ട് ഒരു പാട്ടുണ്ട്. അതായത് താഴെ ഇതായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് സെറ്റ് അത്ര കോസ്റ്റ്ലി സെറ്റ് ഇടാൻ നോക്കില്ല. അപ്പം ഒരു വിൻഡോ ആണ് അതിൻ്റെ ആക്ച്വലി. മേലെ ഒരു ചെറിയ ഗോഡമാതിരി സാധനം വെച്ചിട്ട് ഒരു വിൻഡോ, ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു വിൻഡോ വെച്ചിട്ട് ആ വിൻഡോയുടെ അടുത്ത് കർട്ടൻ ഇട്ടിട്ടുണ്ട്. റൂമിൽ തന്നെ സാധനം, അതിൻ്റെ റൂമിൻ്റെ ഇൻസൈഡൊക്കെ താഴെ തന്നെയാണ്. അത്രയും വലിയ റൂം ഇടാൻ പോലും അത് താഴെ തന്നെ. ഞാൻ ആണ്ടായിട്ടാണ്ട് ഈ സൈഡ് മാച്ച് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് ബാക്കിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഷോട്ടൊക്കെ ഈ വിൻഡോയിൽ എടുത്ത് വെച്ച് എടുത്തു. താഴത്തേക്കുള്ളതും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ഒറിജിനൽ റൂമിലേക്ക് എടുത്തു. അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അതാണ് വാഗപ്പൂമരം. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ. വാഗപ്പൂമരം ചൂടും വാരിളം പൂ
തിരുമല ഐ ട്യൂമർ കൂട്ടുകെട്ടിലെ ഒരു സൗന്ദര്യമുള്ളൊരു ഗാനം. അതിൽ അക്ഷരങ്ങൾ എടുത്തു നോക്കിയാൽ പല്ലവി ഫസ്റ്റ് ചരണം മുഴുവൻ വാ എന്നുള്ള അക്ഷരം വെച്ചാണ് ഒരു 99% ആ പാട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഞാൻ പാട്ട് കേൾക്കുമ്പോൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ചരണം കൂടെ ആ അക്ഷരത്തിൽ തന്നെ പൂർത്തീകരിക്കപ്പെട്ടിരുന്നെങ്കിലും എന്ന്. എന്തായാലും ഇത്രയും നല്ല വരികൾ തന്ന ബിച്ചു സാറിൻ്റെ പ്രതിഭയ്ക്ക് മുമ്പിൽ നമസ്കാരം. ഇത്രയും നല്ല ട്യൂൺ ആ വരികൾക്ക് കൊടുത്ത ഐ ട്യൂമർ സാറിനെയും നമസ്കരിക്കുന്നു, ദാസ് സാറിനെയും. വാതിലിൽ വന്നെത്തി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ വളകിലുക്കം കേട്ടു കോരി തരിച്ചു നിന്നു, തെന്നൽ തരിച്ചു നിന്നു. വാതിലിൽ വന്നെത്തി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ വളകിലുക്കം കേട്ടു കോരി തരിച്ചു നിന്നു, തെന്നൽ തരിച്ചു നിന്നു. വിരലൊടിച്ചു വിളിച്ച നേരം വിരൽ കടിച്ചവളരികിൽ വന്നു, വിധുവദനയായി വിവശയായവൾ ഒതുങ്ങി